Hi everyone. In this video, we will discuss the topic redemption by purchase of own debentures from the open market. ഈ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് റിഡംഷൻ എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. എന്താണ് റിഡംഷൻ? റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. റീപേയ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ദ ഡിബഞ്ചർ ഓൺ ഓർ ബിഫോർ ദ മെച്യൂരിറ്റി. അതായത് കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഡിബഞ്ചറിന് ഒരു സ്പെസിഫിക് പീരീഡ് ഉണ്ടാവും, മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 5 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് 5 ഇയേഴ്സിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 5 ഇയർ ആവുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുൻപോ ഈ 5 lakh റുപ്പീസ് അതിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്തുകൊണ്ട് കമ്പനിയുടെ കടബാധ്യത തീർക്കുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലേ? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ റീപേ ചെയ്യാം? ലംസമായിട്ട് റീപേ ചെയ്യാം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റീപേ ചെയ്യാം, സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ റീപേ ചെയ്യാം, അതുപോലെ ഇൻഷുറൻസ് പോളിസി എടുത്ത് റീപേ ചെയ്യാം. ഇതിൽ വരുന്ന 5ാമത്തെ മെത്തേഡാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഡിബഞ്ചറിനെ റിഡീം ചെയ്യുന്നതിന് പകരം ആ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് റിഡംഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കാം ഇത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്ത് കൊടുക്കേണ്ട തുക 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അതായത് 100 റുപ്പീസിൻ്റെ ഒരു ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കുക. ഈ 100 റുപ്പീസ് പേ ചെയ്യുന്നതിന് പകരം നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ സെയിം ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 80 റുപ്പീസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമല്ലേ? കാര്യം നമ്മൾ ആ ഹോൾഡേഴ്സിന് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ 100 റുപ്പീസ് കൊടുക്കണം. പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 80 റുപ്പീസ് പേ ചെയ്താൽ മതി. അപ്പോൾ 20 റുപ്പീസ് കമ്പനീനെ സംബന്ധിച്ച് പ്രോഫിറ്റാണ്. അങ്ങനെ ഒരു സാഹചര്യം വരാം. അതായത് അതിന് പറയുന്നത് എന്താണ്? when the market price of the debentures falls below the face value of the redemption price. റിഡീം ചെയ്യേണ്ട തുകയേക്കാളും കുറഞ്ഞ എമൗണ്ടിന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിഡീം ചെയ്യുന്നു. അതേപോലെ കമ്പനിയുടെ കൈവശം സർപ്ലസ് ആയിട്ട് സഫിഷ്യൻ്റ് എമൗണ്ട് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലൊക്കെ റിഡീം ചെയ്യുന്നു. ഈ തിയറി ഭാഗങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഇതിലെ ഒരു പർട്ടിക്കുലർ മെത്തേഡാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പർപ്പസസ് ഓഫ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇത്തരത്തിൽ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും അതേപോലെ ഈ ഡിബഞ്ചർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാവാം. അപ്പോൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? അതൊക്കെ 6 ടൈപ്പാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ വരുന്നത്. അതായത് പർച്ചേസ് ചെയ്ത ആ ഡിബഞ്ചർ നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ്ലി അത് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിബഞ്ചർ ഇനി കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ 6 മെത്തേഡുകളുണ്ട്. അതായത് redeemable at par and purchased at par, redeemable at premium and purchased at par, redeemable at par and purchased at discount, redeemable at premium and purchased at discount, redeemable at par and purchased at premium, redeemable at premium and purchased at premium. എന്താ ഈ ഉദ്ദേശിക്കുന്നത്? redeemable at par എന്ന് പറഞ്ഞാൽ ശരിക്കും കമ്പനി അത് റിഡീം ചെയ്യുകയായിരുന്നെങ്കിൽ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ഓഫ് ചെയ്യുകയായിരുന്നെങ്കിൽ പാറിൽ റിഡീം ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് പാറിൽ. അതാണ് ഇതിൻ്റെ മീനിങ്. അതായത് 100 റുപ്പീസ് പേ ചെയ്യേണ്ട കാര്യം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 100 റുപ്പീസിന് തന്നെ വാങ്ങി. അപ്പോൾ അവിടെ വ്യത്യാസമൊന്നുമില്ല, സാധാ ജേണൽ എൻട്രി തന്നെ വരുന്നു. ഇനി റിഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ്ഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമിയത്തിൽ റിഡീം ചെയ്യേണ്ട കാര്യം, അതായത് 120 റുപ്പീസിന് റിഡീം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് 100 റുപ്പീസിന് അത് കിട്ടി. അപ്പം നമ്മൾ 100 റുപ്പീസിന് പർച്ചേസ് ചെയ്തു.
റെഡീമബിൾ അറ്റ് പാർ ആൻഡ് പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ റെഡീം ചെയ്യേണ്ടത് 100 രൂപയ്ക്കായിരുന്നു, പക്ഷേ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 80 റുപ്പീസിന് കിട്ടി. റെഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും 120 റുപ്പീസിന് നമ്മൾ റെഡീം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് എത്ര രൂപയ്ക്ക് അവിടെ നിന്ന് കിട്ടി? 90 റുപ്പിക്ക്, അതായത് അതിനേലും കുറഞ്ഞ ഒരു എമൗണ്ടിന് ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടി. ശരിക്കും ഫേസ് വാല്യൂയേക്കാളും കുറഞ്ഞ എമൗണ്ടിൽ കിട്ടി. 5th പോയിന്റ്, റെഡീം ചെയ്യേണ്ടത് പാറിലായിരുന്നു. 100 രൂപയ്ക്ക് തന്നെ റെഡീം ചെയ്യേണ്ട കാര്യം, പക്ഷേ നമ്മൾ പ്രീമിയത്തിൽ പർച്ചേസ് ചെയ്തു, അതിനേക്കാളും കൂടിയ എമൗണ്ടിന് പർച്ചേസ് ചെയ്തു. പിന്നെ റെഡീമബിൾ അറ്റ് പ്രീമിയത്തിൽ റെഡീം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ നമ്മളത് എന്ത് ചെയ്തു? പ്രീമിയത്തിൽ തന്നെ പർച്ചേസ് ചെയ്തു. അതായത് ചിലപ്പോൾ 120 റുപ്പീസിന് റെഡീം ചെയ്യേണ്ടതായിരുന്നു, ചിലപ്പോൾ 130 റുപ്പിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 110 റുപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ 6 കേസുകളുണ്ട് അല്ലേ? നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഓൾറെഡി ഈ 3 കേസസും പറഞ്ഞു കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ 6 കേസുകൾ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന 4ാമത്തെ കേസാണ്. എന്താണ് ഈ ഡിബഞ്ചർ റെഡീംഡ് അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശരിക്കും ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ഓഫ് ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ റെഡീം ചെയ്യണമായിരുന്നു. അതായത് 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ പേ ഓഫ് ചെയ്യണമെങ്കിൽ അത് 120 റുപ്പീസിന് പേ ഓഫ് ചെയ്യണമായിരുന്നു. പക്ഷേ നമുക്കത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എത്ര രൂപയ്ക്ക് അവൈലബിളായി? 90 റുപ്പിക്ക് അവൈലബിളായി. അപ്പോൾ ശരിക്കും 120 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ 90 റുപ്പി നമുക്ക് പേ ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ 30 റുപ്പീസ് പ്രോഫിറ്റാണ് അല്ലേ? കമ്പനീനെ സംബന്ധിച്ച് ലാഭമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വരുന്ന ജേർണൽ എൻട്രീസ് എന്നാണ് പറയുന്നത്? ഫസ്റ്റ് കേസ് എന്താണ് പറയുന്നത്? നമ്മൾ ഈ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി. എന്താണ് ക്യാൻസൽ ചെയ്യുമ്പോഴത്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേർണൽ എൻട്രിക്ക് ആസ് യൂഷ്വൽ ഉണ്ടാവും. അതെന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അതുപോലെ ഉണ്ടാവും. പക്ഷേ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ജേർണൽ എൻട്രീസ് ആണ് വരുന്നത് ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നത്. സാധാരണ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് എന്നാണ് വരിക അല്ലേ? നമ്മൾ എത്ര രൂപയുടെ ഡിബഞ്ചറാണ് അത് ക്യാൻസൽ ചെയ്യുന്നു, കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, ഡിബഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക്. ഈ കേസിൽ എന്താണ്? റെഡീം ചെയ്യേണ്ടത് പ്രീമിയത്തിലായിരുന്നു, പക്ഷെ ഡിസ്കൗണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എത്രയാണ്? 120 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ 90 റുപ്പീസേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ജേർണൽ എൻട്രി എന്താ വരുന്നത്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 100 റുപ്പീസിൻ്റെ ഡിബഞ്ചർ ആയിരുന്നു അല്ലേ? അപ്പോൾ ആ 100 റുപ്പീസ് നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. അതായത് ക്യാൻസൽ ചെയ്യുന്ന ഡിബഞ്ചർ 100 റുപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. പിന്നീട് എന്തെഴുതും? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ശരിക്കും ആ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം എമൗണ്ട് ഉണ്ടായിരുന്നു. ആ പ്രീമിയത്തിന് നമ്മൾ ക്യാൻസൽ ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20 റുപ്പിക്കാണ് പ്രീമിയം എന്നുണ്ടെങ്കിൽ ആ 20 റുപ്പിയാണ് ഇവിടെ വരുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 20 റുപ്പി വരും. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര രൂപ പേ ചെയ്തു? ഇവിടെ ഈ കേസിൽ 90 റുപ്പീസ് പേ ചെയ്തു. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 90 റുപ്പീസ് വരും. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഏതൊക്കെ എമൗണ്ട് വരും? ഈ പറയുന്ന പ്രീമിയത്തിൻ്റെ എമൗണ്ട് 20 രൂപയും പിന്നെ നമ്മൾക്ക് ഡിസ്കൗണ്ടിലായതുകൊണ്ട് തന്നെ ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു എമൗണ്ട് 100 റുപ്പീസിൻ്റെ സ്ഥാനത്ത് 90 റുപ്പിയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ ഡിഫറൻസ് 10 രൂപയുണ്ട്. ആ 10 രൂപയും ഈ 20 രൂപയും കൂടെ ചേർത്ത് മൊത്തം 30 രൂപ, 30 റുപ്പിയാണ് നമ്മുടെ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റാണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരുന്ന എക്സാമ്പിൾ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. റെഡീം ചെയ്യേണ്ടത്
100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചറിൻ്റെ ഇത് 120 രൂപ, 100 റുപ്പീസ് ഉള്ളത് 120ക്കാണ് നമ്മൾ റെഡീം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 90 റുപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഡിഫറൻസ് 10 റുപ്പി ലാഭമുണ്ട് അല്ലേ. അതേപോലെ ഈ ഡിഫറൻസ് 20 റുപ്പിയും നമുക്ക് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഈ 10ഉം 20യും ചേർത്ത് 30 റുപ്പി നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് വരിക? ജേണൽ എൻട്രി എന്താ പറഞ്ഞത്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിബഞ്ചറിൽ അക്കൗണ്ട് എത്ര വരും? ശരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ 100 റുപ്പീസ് വരും. പ്രീമിയം ഓൺ റിഡംഷനിൽ എത്ര രൂപ വരും? നമ്മൾ പറഞ്ഞു ശരിക്കും പ്രീമിയത്തിൻ്റെ തുക 20 ആണ്. ആ 20 ക്യാൻസൽ ചെയ്ത് കളയാണ്. ടു ബാങ്കിൽ എത്രയാണ് വരുന്നത്? ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ പേ ചെയ്ത 90 റുപ്പി വരും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രീമിയം വാല്യൂവും ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ടും 10 റുപ്പിയും ലാഭമാണ് അല്ലേ, പ്രോഫിറ്റാണ് കമ്പനീനെ സംബന്ധിച്ച്. അപ്പോൾ 30 റുപ്പി വരും. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രിയെ പറ്റി പറയാനുള്ളത്. ഇനി സെക്കൻഡ് ജേണൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അതായത് നമുക്കിപ്പോൾ കിട്ടിയ ഈ പ്രോഫിറ്റ് ഇല്ലേ, ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഈ 2 ജേണൽ എൻട്രീസ് ആണ് ഈ ഒരു കേസിൽ നമുക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 6 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ്. On 1st April 2018, A Limited has issued 5,000 debentures of rupees 100 each at par. These debentures are redeemable at a premium of 10%. Out of these, debentures of the face value of rupees 1 lakh are to be redeemed every year commencing from 31st March 2020, either by purchase from open market or by drawing of lots. The company created DRR and investment the required amount as per law. On March 31st, 2020, the company purchased debentures of the face value of 1 lakh at rupees 85 each for immediate cancellation. Give journal entries for redemption of debentures during the year 2019-20. നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 1st April 2018 5,000 ഡിബഞ്ചേഴ്സ് 100 റുപ്പീസ് അറ്റ് പാറിൽ നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നാണ് പറയണത്. അപ്പം 100 റുപ്പീസ് വിലയുള്ള 5000 ഡിബഞ്ചേഴ്സ് 5,000 ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നാണ് പറയണത്. അന്നത്തെ കണ്ടീഷൻ എന്താണത്? റെഡീമബിൾ അറ്റ് പ്രീമിയം. റിഡീം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പ്രീമിയത്തിലാണ്. മാർച്ച് 31st, 2020 മുതൽ നമ്മൾ ഈ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? 1 lakh റുപ്പീസ് ഈച്ചായിട്ട് എവറി ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തം 5,000 × 100 5 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ്. പക്ഷെ അത് 2020 മാർച്ച് 31st മുതൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ കൊല്ലം മുതൽ എല്ലാ കൊല്ലവും എന്ത് ചെയ്യാം? 1 lakh റുപ്പി വീതം റീപേ ചെയ്തത് റിഡീം ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് പറയണത്? എയ്തർ ബൈ പർച്ചേസ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്, ഒന്നെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അത് പേ ഓഫ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഇത് റിഡീം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനി നമ്മുടെ നിയമപ്രകാരം ലോ റിക്വയർ ചെയ്യുന്ന പ്രകാരം DRR അക്കൗണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കേസിൽ എന്താ പറയുന്നത്? റിഡീം ചെയ്യാമെന്ന് പറഞ്ഞ ആ 31st March 2020 കമ്പനി എന്ത് ചെയ്തു? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 1,00,000 രൂപ വിലയുള്ള ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ എത്ര രൂപയ്ക്ക് വാങ്ങി എന്നാണ് പറയുന്നത്? 85 റുപ്പീസ് പെർ ഡിബഞ്ചറായിട്ട് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ 1,00,000 രൂപ ഫേസ് വാല്യൂ എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് 1000 ആണ്. ഈ 1000 ഷെയർസ് 100 റുപ്പീസ് വിലയുള്ളത് എത്ര രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടി? 85 റുപ്പീസിന്. അപ്പോൾ എന്താ, ആ രീതിയിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അത് പർച്ചേസ് ചെയ്തത് റിഡീം ചെയ്യാം എന്നുള്ള, ക്യാൻസൽ ചെയ്തു, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് അത്തരത്തിൽ പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്.
അപ്പം നമ്മുടെ കണ്ടീഷനാണ് ഇപ്പോൾ പറയുന്ന പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ്? ഡിബഞ്ചർ റിഡീംഡ് അറ്റ് പ്രീമിയം. റിഡീം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പ്രീമിയത്തിലാണ്, പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവർ ഇത്ര ഡിസ്കൗണ്ടിന് അത് പർച്ചേസ് ചെയ്തു, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ നടത്തി. ആ രീതിയിൽ അത് റിഡീം ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം. ഏത് ഇയറിൽ? 1920 പീരീഡിലെ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 18ലെ ഇഷ്യൂവോ ബാക്കി ഇയറിൽ 20ക്ക് ശേഷമുള്ള നമ്മുടെ ക്യാൻസലേഷനോ റിഡംഷനോ ഒന്നും നമ്മൾക്ക് ബാധിക്കുന്ന കാര്യമല്ല. 1920ലെ ജേണൽ എൻട്രി നമ്മളോട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് 15% കുറയാത്ത, റിഡീം ചെയ്യാൻ പോകുന്ന എമൗണ്ടിൻ്റെ 15% കുറയാത്ത വാല്യൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ എത്ര രൂപയാണ് ഇവിടെ റിഡീം ചെയ്യണമെന്ന്? ഓരോ കൊല്ലവും 1 lakh rupees വെച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റിഡീം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ 1 lakh രൂപയുടെ 15% എന്ന് പറയുമ്പോൾ 1 lakh × 15% 15,000 rupees. അതിൽ കുറയാത്ത എമൗണ്ട് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മൾ റിഡീം ചെയ്യുന്നതിൻ്റെ പ്രീവിയസ് ഇയറിലാണ്. അപ്പോൾ 2019 April 30ന് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 15,000 നമ്മൾ ഇങ്ങോട്ട് മാറ്റി, ഈ അക്കൗണ്ടിലേക്ക് മാറ്റി. അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് നെക്സ്റ്റ് റിഡീം ചെയ്യുന്ന കൊല്ലം 2020 March 31ന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 25% കുറയാത്ത എമൗണ്ട്, അതായത് 25% എമൗണ്ട് DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. നമുക്കറിയാം നമ്മുടെ ഡിബഞ്ചറിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്? ശരിക്കും 5 lakh ആണ്. ഈ കൊല്ലം റിഡീം ചെയ്യുന്നത് 1 ലക്ഷം രൂപയാണ്, പക്ഷെ ശരിക്കും അതിൻ്റെ എമൗണ്ട് 5 lakh ആണ്. ഈ 5 lakhൻ്റെ 25% നമ്മൾ എങ്ങോട്ട് മാറ്റണം? DRR അക്കൗണ്ടിലേക്ക് മാറ്റണം. DRR അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എവിടെ നിന്നാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ്? 5 lakh × 25/100 എന്ന് പറയുമ്പോൾ 1,25,000 rupees. ഈ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റണം? DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിബഞ്ചറിനെ റിഡീം ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് ഡിബഞ്ചറിനെ റിഡീം ചെയ്യുന്ന മെത്തേഡ്? എന്താണ്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത്. ജേണൽ എൻട്രി എന്താണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്നതിൽ എത്ര എമൗണ്ട് വരാം? ഈ കൊല്ലം റിഡീം ചെയ്യുന്ന വാല്യൂ, റിഡീം ചെയ്യുന്നത് 1 ലക്ഷം രൂപയാണ്. ശരിക്കും അതിന് കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയം റിഡീം ചെയ്യുമായിരുന്നു, അതായത് നേരിട്ട് അവർക്ക് പേ ഓഫ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയം എമൗണ്ട് എത്രയാണ്? ഈ 1 lakhൻ്റെ 10% ആണ്. അതെത്രയാണ്? 10,000 rupees ആണ്. അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു ടു ബാങ്ക്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ കമ്പനിക്ക് കൊടുക്കേണ്ടി വന്ന എമൗണ്ട് എത്രയാണ്? ഈ പറയുന്ന 1000 × 85 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 85,000 rupees അല്ലേ ഉണ്ടായുള്ളൂ ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ. 1000 ഡിബഞ്ചേഴ്സ് ആണ് റിഡീം ചെയ്യുന്നത്. 1000 × 85,000 ആണ് നമ്മുടെ ബാങ്ക് വഴി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 25,000. അത് ഏതൊക്കെയാണ്? നമ്മളുടെ പ്രീമിയത്തിൻ്റെ വാല്യൂവും ഡിസ്കൗണ്ട് വഴി കിട്ടിയ പ്രോഫിറ്റുമാണ്. അപ്പോൾ പ്രീമിയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 rupees ആണ്. ഡിസ്കൗണ്ട് വഴി കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ 10,000 + 15,000 25,000 ആണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ടും എഴുതണം അല്ലേ? അതായത് പ്രീമിയത്തിൻ്റെ എമൗണ്ട് എഴുതണം, ഡിസ്കൗണ്ടിൻ്റെ നിന്നുള്ള പ്രോഫിറ്റ് എഴുതണം, അതായത് പർച്ചേസ് ചെയ്തതിൽ നിന്നുള്ള പ്രോഫിറ്റ് എഴുതണം. പർച്ചേസ് ചെയ്തതിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 rupeesൻ്റെ ഫേസ് വാല്യൂ ഉള്ളത് 85 രൂപയ്ക്കാണ്. അപ്പം 15 rupees നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ 15 × 1000, അപ്പോൾ 15,000 നമ്മളുടെ ലാഭമാണ്. ആ 15,000ഉം പ്രീമിയവും കൊടുക്കേണ്ടി വന്നില്ല, 10,000 രൂപ അല്ലേ? 10,000 കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഈ 10,000 + 15,000 25,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത്.
ഇനി ലാസ്റ്റ് ജേണൽ എൻട്രി എന്താണ്? ഈ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരുന്നത്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് 25,000 ടു ക്യാപിറ്റൽ റിസർവ് 25,000 എന്ന് വരും. ഇത്രയുമാണ് നമ്മുടെ ഡിബഞ്ചറിന് റെഡീംഡ് അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു മെത്തേഡിൽ വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.